ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് അജ്രക്കിന്റെ കുർത്തിയായിട്ട് കാണിക്കുന്നത്. എപ്പോഴും പോലെ നമുക്ക് ബ്ലാക്ക് മെറൂൺ ആണ് എപ്പോഴും കോമൺ ആയിട്ട് കിട്ടുന്നത്. ഇതിപ്പോ നല്ല അടിപൊളിയായിട്ട് ഗ്രീൻ കളറിലോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിന്റെ പ്രിന്റ് വന്നിട്ട് രണ്ട് പ്രിന്റിൽ വരുന്നുണ്ട്. ഒന്ന് കുറച്ച് ഗ്രീനിലോട്ട് ഇതുപോലെ ഒരു വലിയ പ്രിന്റ് വരുന്നതും ഇതാണ്. ഇതുപോലെ ചെറിയ പ്രിന്റ് ഈ താഴോട്ട് കൊടുത്തിട്ട് വലിയ പ്രിന്റ് മുകളിലോട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഒരു അങ്കരക്ക സ്റ്റൈലിലോട്ടാണ് നമ്മൾ ഇതിന്റെ നെക്ക് കൊടുത്തേക്കുന്നത്. ഒരു വി നെക്ക് വെച്ചിട്ട് ഒരു അങ്കരക്ക പാറ്റേണിലോട്ട് ഇത് ചെറിയ ഡിസൈൻ കൊടുത്തിട്ട് ഇവിടെ വലിയ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിപ്പോ വി കോളർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഒരുപാട് ഞാൻ പറഞ്ഞതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ചേ ഉള്ളൂ ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ. അപ്പൊ ഫസ്റ്റ് ഞാനിപ്പോ വേറെ എടുക്കുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. വിതൗട്ട് ലൈനിങ് ആണ്. വിത്ത് ലൈനിങ് ചെയ്യണമെങ്കിലും പറഞ്ഞാൽ മതി. കുറച്ച് പീസസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് വന്നേക്കുന്നത് ഇതുപോലെ ഈ ഒരു പ്രിന്റ് വലിയ അങ്കരക്കയുടെ ഈ ഒരു പാറ്റേൺ വലിയ പ്രിന്റ് മുകളിലേക്ക് കൊടുത്തിട്ട് ഇവിടെ ചെറുത് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് ഫുൾ ഈ ഒരു ചെറിയ ഇതാണ് വരുന്നത് കേട്ടോ. ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഇതേപോലെ ഉണ്ടാവും. അപ്പം അടുത്ത പാറ്റേൺ ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. പിന്നെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ നമ്മൾ അജ്രക്കിന്റെ ക്ലോത്ത് പല സ്ഥലത്തും പ്യുവർ അജ്രക്ക് ഉണ്ടാവും, ചിലപ്പോൾ അതിന്റെ റെപ്ലിക്ക ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ ഒറിജിനൽ അജ്രക്കിന്റെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. നല്ല റേറ്റ് ഉണ്ടാവും. ചിലത് തിക്നെസ് കുറച്ച് ചെറിയ തിക്നെസ് കൂടിയതുണ്ടാവും അജ്രക്ക്, ചിലത് ചെറിയ തിക്നെസ് കുറഞ്ഞിട്ട് കളർ. അപ്പൊ അവര് പറയുന്നത് ഇതിന്റെ കളർ യൂസ് ചെയ്യുന്നത് കൂടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ റേറ്റ് കൂടും. കളർ ചിലതിന് നല്ല കുറച്ച് കളേഴ്സ് കൂടുതലുള്ളത് കണ്ടിട്ടുണ്ട്. ചിലത് എപ്പോഴും ഒരു ഡൾ ലുക്ക് ആയിരിക്കും അജ്രക്ക്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. വിത്തൗട്ട് ലൈനിങ് ആട്ടോ. വിത്ത് ലൈനിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്പെഷ്യലി നേരത്തെ പറയണം, കാരണം കുറച്ച് പീസ് നമ്മൾ റെഡിയാക്കിയേക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, യൂഷ്വലി ചിലപ്പോൾ വരുന്ന അജ്രക്ക് കുറച്ച് തിക്നെസ് ഉണ്ടാവും, ചിലത് കുറച്ചിപ്പോ തിക്നെസ് കുറവാണ്. പക്ഷെ ഇതിന്റെ കളറിന്റെ ആയിരിക്കണം. റേറ്റിലും കാര്യങ്ങളൊന്നും ഡിഫറൻസ് ഇല്ല. നമുക്ക് കിട്ടുന്നതും ഈ അതുകൊണ്ടാണ്. കണ്ടോ, ഇതിനകത്ത് തിക്നെസ് കുറവാണ്. മുമ്പ് കിട്ടിയ ചിലതിന് കുറച്ച് തിക്നെസ് കൂടുതലുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇനി യൂസ് ചെയ്തേക്കുന്ന കളറിന്റെ കുറച്ച് ബ്രൈറ്റ്നെസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നതാണ് സ്പെഷ്യലി വീഡിയോയില്. കാരണം നമുക്കും ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുമ്പം നമ്മളെങ്ങനെ യൂസ് ചെയ്തതാണോ ഇതിൽ ഫെയ്ഡാണ് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് 10 to 15 വർക്കിംഗ് ഡേയ്സ് 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ലൈൻസും ഒരു ഡിസൈൻ വരുന്ന ഒരു സിക്സാഗ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത്. കണ്ടോ, ഇതിന്റെ പ്രിന്റ് ഇതേപോലെയാണ്. ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ വിത്തൗട്ട് ലൈനിങ് ആണ്. അജ്രക്കാണ്, പ്യൂർ അജ്രക്കാണ് വിത്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നത്. ഇതുപോലെ ഇതിന്റെ ഷേപ്പ് നമ്മളിപ്പോ നമ്മൾ ഈ ലൈൻസ് തന്നെ ആയതുകൊണ്ട് സെപ്പറേറ്റ് തിരിച്ചറിയില്ല. ഇതുപോലെ ഒരു അങ്കരക്ക പാറ്റേൺ ഇതിനകത്തോട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നെക്ക് ഇത്ര ഡീപ്പായി പോയി. എനിക്ക് ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് ഞാൻ ഇവിടെ ഒരു പീസ് വെക്കാൻ പറഞ്ഞായിരുന്നു. ഒരു ബ്ലാക്ക് പീസ് നമ്മൾ അത്രയും ഫിനിഷിംഗിൽ തന്നെ വെച്ച് തരും കേട്ടോ. അങ്ങനെ നെക്ക് ഇത്ര ഡീപ്പ് വേണ്ടാന്നുള്ളവർക്ക് ഞാനിപ്പോ വേറെ ഇപ്പോഴാണ് കണ്ടത്. അപ്പം ഇതുപോലെ ഒരു അങ്കരക്ക പാറ്റേണിലോട്ട് ഒരു ചെറിയ എൻഡിൽ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലാക്ക് ബോട്ടം വെയർ ചെയ്താൽ മതി. ഇത് ടോപ്പ് ഓൺലി ആണ്, ബോട്ടം വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. അപ്പം ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇതുപോലെ ഉണ്ടാവും. കണ്ടോ, ആ ഒരു ഇത് കണ്ടോ, നിങ്ങൾക്ക് ആ സെപ്പറേഷൻ ശരിക്കും മനസ്സിലാവില്ല. ഇതുപോലെ ഷർട്ട് കോളർ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ഈ ഒരു പ്രിന്റ് കണ്ടോ, ഇത് ഷർട്ട് കോളർ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട്. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാൻ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇത് വേണമെങ്കിൽ ഈ ഒരു സെയിം പ്രിന്റ് കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രിന്റ് ഡിഫറെന്റ് ആയാലും സെയിം പാറ്റേണിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു പ്രിന്റ് കാണിച്ചു തന്നെ. കേട്ടോ, ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ തിക്നെസ്സും കുറച്ച് നല്ല ഉള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. കണ്ടോ, അപ്പൊ നമുക്ക് ഈ ഒരു പാറ്റേൺ ഇതിനകത്തോട്ട് വേണമെങ്കിലും ചെയ്യാന്നുള്ളതിനാണ് ഞാനിപ്പോ ഇത് കാണിച്ചു തന്നേക്കുന്ന പ്രിന്റ്. ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതേപോലെയാണ്. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഗ്രീനും ഫുള്ളി മിക്സ് ആയിട്ട്. പിന്നെ വന്നേക്കുന്ന ഇതാണ്. ഞാൻ ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പം ഇത് ഈ ഒരു പാറ്റേൺ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഇതുപോലെ അങ്കരക്ക വെച്ചിട്ട് ഇതുപോലെ പീസൊക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഈ ഫാബ്രിക്കിലോട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞാൽ മതി. നെക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെയാണ് ഇതുപോലെയാണ് നെക്ക് വരുന്നത്. ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട്. ഓക്കെ, പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഷർട്ട് കോളർ പാറ്റേണിലോട്ട് നല്ല അടിപൊളിയായിട്ട്. നമുക്ക് ഷോളോ ഒന്നും ആവശ്യമില്ല. ഭയങ്കര കംഫർട്ടബിൾ ആക്കി, നെക്ക് വൈഡാവോ ഒന്നുമില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പാറ്റേൺ ഈ ഒരു മെറ്റീരിയലിലോട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഇത് വേണമെങ്കിൽ ഇതും ചെയ്യാം. കാരണം നല്ല ഭംഗിയാണ് ഇത്. ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെ അൺസ്റ്റിച്ചഡ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തീർന്നു പോകും ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസ് ഇട്ട് കഴിയുമ്പോൾ. അതായത് കുറച്ച് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ക്വാണ്ടിറ്റിയേ വരുള്ളൂ. അപ്പൊ അത് തീരുമ്പം എല്ലാവരും വേറെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതാണല്ലോ എളുപ്പം. ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചെയ്താലും മതിയല്ലോ സെയിം പാറ്റേൺ. അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതേപോലെ ഉണ്ടാവും. ഇത് നമ്മൾ യോക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ട് ഇതേപോലെ താഴോട്ട് ഈ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി അതല്ല ഈ പാറ്റേണിലോട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് അതിന് സിമിലർ ആയിട്ടുള്ള യോക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നത്. ഇപ്പം ഇതിന് നമ്മൾ ഈ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിന്റെ ഡിസൈൻ ഈ ഒരു സിമിലർ ആയിട്ടുള്ള ആയിരിക്കും നമുക്ക് ചെയ്യുന്നത്. അപ്പം ഏത് പാറ്റേൺ ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഷർട്ട് കോളർ ചെയ്യണോ അതോ ഇതുപോലെ യോക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ചെയ്യണോ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. 2 ഫാബ്രിക് ഞാൻ കാണിച്ചു. അപ്പോൾ ഇതിന്റെ എല്ലാം സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്